എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് കളർഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എത്തിയിരിക്കുന്നത്. വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഉണ്ടല്ലോ, നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ ചെറുപ്പത്തിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെ കളർഫുള്ളാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഗൈസ്, നമുക്ക് ഇതുപോലെ ആ ഫോട്ടോസ് കളർഫുൾ ആക്കണമെങ്കിൽ സാധാരണ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയി പൈസയൊക്കെ മുടക്കിയിട്ടാണ് നമ്മൾ അതൊരു ഫോട്ടോ ക്വാളിറ്റി കൂട്ടുന്നതും അതുപോലെ തന്നെ അതിൻ്റെ കളറ് കൂട്ടുന്നതും അല്ലേ, അതിന് കളർ കൊടുക്കുന്നതും. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ ഫോൺ കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് ക്വാളിറ്റി കൂട്ടാമെന്നും അതുപോലെ തന്നെ കളർഫുൾ ആക്കി എടുക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഫോട്ടോ റെമിനി എൻഹാൻസ് എന്നാണ്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ കളർ കൊടുക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കളർ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഇതേ കളറൈസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോക്ക് നമ്മൾ കളർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗാലറിയിൽ നിന്ന് നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോയ്ക്കാണ് കളർ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു പഴയ കാലത്തെ ഒരു ഫോട്ടോയാണ്. അപ്പോൾ നമ്മൾ ഇതിനാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് പ്രോസസ്സിങ് കൊടുക്കാൻ നേരം ആഡ്സും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ അതൊന്നും സ്കിപ്പ് ചെയ്യരുത്, കാരണം ആ ആഡ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടായിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആഡ് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഓക്കെ, അങ്ങനെ ആഡ്സും കാര്യങ്ങളൊക്കെ തീർന്നു കഴിയുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോട്ടോ അവിടെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫോട്ടോ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാവുന്നത്. ഓക്കെ, ഇവിടെ ബിഫോർ ആഫ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഒരു സൈഡിൽ കാണുന്നത് ഫോട്ടോൻ്റെ ഭാഗമാണ്. അപ്പം ബിഫോറിൻ്റെ അവിടെ നമുക്ക് നമ്മുടെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നല്ല കിഡിലായിട്ട് കളർഫുള്ളായി കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമുക്ക് അടിപൊളിയായിട്ട് കളർഫുള്ളായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇത്ര ഉള്ള ഗൈസ്, വളരെ എളുപ്പത്തിൽ നമുക്ക് പഴയ ഫോട്ടോസൊക്കെ ഇതുപോലെ കളർഫുള്ളാക്കി എടുക്കാവുന്നതാണ്. ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഗൈസ്. അപ്പം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ മേളിൽ അവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേവായി ഗാലറിയിൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴയ ഫോട്ടോസ് കളർ ചെയ്യാൻ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി കണ്ടുപിട്ടാം. അതുവരേക്കും ബൈ.